മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഗർ മഞ്ജുവിനെ ഫോണിൽ വിളിക്കുന്നു. ഫോൺ എടുക്കുന്ന മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കോൾ വന്ന വേഗം എടുക്കുന്നുണ്ടല്ലോ. മഞ്ജു പറയുന്നു, അതിൻ്റെ അർത്ഥം സാഗറിൻ്റെ കോള് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ. സാഗർ പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ പുരോഗതി ഉണ്ടല്ലേ. സാഗറിനെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് സാഗർ പറയുന്നതെല്ലാം ഞാനിപ്പോൾ അനുസരിക്കുന്നതെന്ന് മഞ്ജു പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ വന്ന് വിളിച്ചാൽ എനിക്കൊപ്പം വരാനുള്ള ധൈര്യം കാണിക്കുമോ മഞ്ജു എന്ന് സാഗർ ചോദിക്കുകയാണ്. അതിനുള്ള അവസരം വരട്ടെ, അപ്പോൾ ഞാൻ അതിനുള്ള ധൈര്യം കാണിക്കാമെന്ന് മഞ്ജുവും പറയാണ്. സാഗർ ചോദിക്കുന്നുണ്ട്, അയാൾ അവിടെ ഇല്ലേ, ആ മേഘൻ? ഓ, ഇവിടെയുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മഞ്ജു പറയാണ്. സാഗർ പറയുന്നുണ്ട്, എനിക്കും വേണം ഒരു ജീവിതം, ഒരു കുടുംബം. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിയിരിക്കും കൂട്ടിക്കൊണ്ടുപോകാൻ. ഇതെല്ലാം കേട്ട് മഞ്ജു പറയുന്നത്, ശരി വെക്കട്ടെ സാഗർ ഫോൺ എന്ന് പറഞ്ഞ് വെക്കുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ട് മേഘനാഥൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മേഘനെ കാണുന്ന മഞ്ജു ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ മഞ്ജു ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിന്ന് അവിടെ നിന്ന് നടക്കാൻ ശ്രമിക്കുന്ന ആ സമയം മേഘൻ കൈ കയറി പിടിക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ. അങ്ങനെ മഞ്ജുവിൻ്റെ കയ്യിലെ ഫോൺ തട്ടി പറിച്ചെടുക്കുന്നുണ്ട് മേഘൻ. എന്നിട്ട് മഞ്ജു വിളിച്ച നമ്പറെല്ലാം ചെക്ക് ചെയ്യാൻ, അങ്ങനെ സരോജിനിയാണല്ലേ നീ വിളിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജു പറയുന്നു, അതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നു. എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയും. മഞ്ജു ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മേഘൻ സമ്മതിക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് നീ ഈ സരോജിനിയെ വിളിക്കുന്നുണ്ടല്ലോ, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മേഘൻ വിളിക്കുകയാണ് സരോജിനിയെ. സാഗർ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ എന്ന് പറയുമ്പോഴേക്കും, ആരടാ നീ എന്നും പറഞ്ഞ് മേഘനാഥൻ ചോദിക്കുന്നു. അങ്ങനെ സാഗർ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ മേഘൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ഫ്രണ്ട് പെണ്ണല്ലല്ലേ, ആണാണല്ലേ, ആ മാർക്കോനല്ലടി നീ വിളിച്ചതെന്ന് പറഞ്ഞു. മഞ്ജു പറയുന്നുണ്ട്, അല്ല, ഞാൻ മാർക്കോനെയൊന്നും അല്ല വിളിച്ചതെന്നും പറയുന്നു. ഇനിയും കള്ളം പറയാൻ നോക്കണ്ട നീ. എനിക്ക് പെൺസുഹൃത്തുക്കളും മാത്രമല്ല ആൺസുഹൃത്തുക്കളുമുണ്ട്. അവരോട് സംസാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് മഞ്ജു ചോദിക്കുന്നു. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, അവരോട് സംസാരിക്കാം, ബൈക്കിൽ കയറി പോവാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ നീ പോയത് അവനോടൊപ്പമാണ്, നിന്നെ ഇപ്പം വിളിച്ച അവനോടൊപ്പം. ഇത് കേൾക്കുന്ന മഞ്ജു അല്ല 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 എന്ന് പറയുമ്പോൾ മേഘനാഥിന് ദേഷ്യം വരികയാണ്. തെറ്റ് ചെയ്തിട്ട് നീ കള്ളം പറയണമെന്ന് പറഞ്ഞ് മഞ്ജുവിൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ് മേഘൻ. എന്നിട്ട് മഞ്ജുവിൻ്റെ കഴുത്തിൽ കയറി പിടിച്ച് നെക്കി പിടിച്ചിട്ട് പറയും, ഞാൻ കൊല്ലൂടി നിന്നെ ഞാൻ എന്നെല്ലാം പറയണം. ഈ ബഹളം കേട്ട് അവിടേക്ക് സീമന്തിനിയും സ്വാതിയും എത്തുന്നുണ്ട്. സീമന്തിനി ചോദിക്കുന്നു, എന്താടാ മേഘ, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. മേഘനാണെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഈ മാർക്കോനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഞാൻ അവളെ പിടിച്ചിട്ട് അവൾ സമ്മതിക്കുന്നില്ല, ഞാൻ മാർക്കോനെ അല്ല വിളിച്ചതെന്നാണ് അവൾ പറയുന്നതെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന സീമന്തിനി മഞ്ജുവിനോട് പറയുന്നു, നീ കണ്ണി കണ്ട പയ്യന്മാരെ പിന്നാലെയൊക്കെ ചുറ്റി തിരിയുമ്പളേ നിന്റെ കഴുത്തിൽ ഇവൻ കെട്ടിയ താലിയുണ്ടെന്ന് ചിന്ത വേണമടിയെന്നും സീമന്തിനി പറയുമ്പോൾ, അപ്പോൾ ഈ താലിയാണ് പ്രശ്നം, ഈ താലി എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആ താലി വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്നതോടെ മേഘനും സ്വാതിയും സീമന്തിനും ആകെ വല്ലാണ്ടാവുകയാണ്. മഞ്ജു എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിനി ഇയാളെ വേണ്ട, ഇയാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു. ഞാൻ ഇയാൾ ഇത്രയും നാൾ സഹിച്ചത് എൻ്റെ ഗതികേട് കൊണ്ട് മാത്രമാണെന്നും അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഇയാൾ ഇടപെടേണ്ട എന്നും പറഞ്ഞ് മഞ്ജു അവിടുന്ന് പോവുകയാണ്. പിന്നീട് ഉണ്ണിയും കരുണയും ദുർഗയും എല്ലാം അറിയുന്നുണ്ട് മേഘം കെട്ടിയ താലി മഞ്ജു വലിച്ചു പൊട്ടിച്ചു എന്നുള്ളത്. അങ്ങനെ ദുർഗ വല്ലാണ്ട് വിഷമിക്കുകയാണ്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറെ ആരുമല്ല, ആ മഹാലക്ഷ്മിയും അതുപോലെ കണ്ണനും തന്നെയാണ്. അവരുടെ വിശ്വസ്തനായ ഗുണ്ടയെ കൊണ്ട് തന്നെ എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ദുർഗ കണ്ണൻ്റെ അരിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നിന്റെ അറിവോട് കൂടിയാണോ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് കണ്ണൻ പറയുമ്പോൾ, മഞ്ജു മേഘം കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച് അവിടെ നിന്ന് പോന്നു എന്ന് ദുർഗ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മേഘനൊപ്പം അവൾക്കെന്നല്ല ഒരു പെണ്ണിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ണൻ പറയുന്നു. അങ്ങനെ അവനെ കളഞ്ഞിട്ട് അവളെ ഇവിടേക്ക് വരികയാണെങ്കിൽ അവളെ ഞാൻ തള്ളിക്കളയില്ല, ഞാൻ ഇരു കൈ നീട്ടി അവളെ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ദുർഗയോട് പറയാണ് കണ്ണൻ. ഇതെല്ലാം കേട്ട് ദുർഗയ്ക്ക് ആകെ ദേഷ്യം കൂടുകയാണ്. ദുർഗ പറയുന്നുണ്ട്, ഞാൻ ഒരു കാരണവശാലും ഇത് സമ്മതിക്കില്ല, അവൾ ജീവിക്കേണ്ടത് മേഘൻ്റെ ഒപ്പമാണ്, അല്ലാണ്ട് അവൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അതെല്ലാം തീരുമാനിക്കുന്നത് മഞ്ജുവാണ്, അവളാണ് അവളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവൾ ഒരു പ്രാവശ്യം ഒരു ചതിയിൽപ്പെട്ടു, അതിൽ നിന്നും അവൾ വീണ്ടും മോചിതയാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വഴി തന്നെയാണ് അവൾ സ്വീകരിക്കേണ്ടതെന്ന് കണ്ണൻ പറയുന്നുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.